എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ എക്ലിപ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. 12th ഓഗസ്റ്റ് ഒരു സാധാരണ അസ്ട്രോളജിക്കൽ ഇവൻ്റ് അല്ല. ഒരു വലിയ എനർജി ഷിഫ്റ്റാണ്. ഗ്രഹണം ആണ് 12th. അത് ഇന്ത്യയിൽ നമ്മൾക്ക് കാണാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ എനർജീസ് നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സോഡിയാക് സൈൻ ലിയോയിലാണ് പെടണത് ഈ എക്ലിപ്സ്. ആൻഡ് അശ്ലേഷം നക്ഷത്രം അതിലാണ് നമ്മൾ നക്ഷത്രം വൈസ് നോക്കുമ്പോൾ ആ നക്ഷത്രത്തിലാണ് ഈ എക്ലിപ്സ് നമ്മൾക്ക് എഫക്റ്റ് ചെയ്യാൻ പോണത്. എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും എഫക്റ്റ് ചെയ്യും, പക്ഷേ എല്ലാവർക്കും വേറെ വേറെ തരത്തിലാണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു കലക്റ്റീവ് റീഡിംഗ് ആണ്. ഇതൊരു സോഡിയാക് ഇല്ല നക്ഷത്രം സ്പെസിഫിക് റീഡിംഗ് അല്ല. നിങ്ങൾ ഈ റീഡിങ്ങിനെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് മെസ്സേജസ് വരണേ. എക്ലിപ്സിൻ്റെ സമയം എന്തായാലും ഒരു വെരി പവർഫുൾ ടൈമാണ്. എന്താ വെച്ചാൽ എനർജീസ് അത്രയും സ്ട്രോങ് ആണ് ആ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് യൂഷ്വലി 6 months വരെ കാണാം. നമ്മളുടെ ലൈഫിൽ ചില ചേഞ്ചസ് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൂടുതൽ എക്ലിപ്സിൻ്റെ സമയത്തായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക. പക്ഷെ ചിലവർക്ക് അത് കുറച്ചുകൂടിയും ഒരു സമയം എടുത്തിട്ട് ഒരു 4-5 months കഴിഞ്ഞിട്ടും ഉണ്ടാവാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഓവറോൾ എന്താണ് ഗൈഡൻസ് മെസ്സേജ് വരണേ, എല്ലാവർക്കും എങ്ങനെയാണ് ഇത് ബാധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എക്ലിപ്സ് ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എന്താ വെച്ചാൽ എൻഡിലാണ് ഞാൻ നിങ്ങൾക്ക് സൈനിൻ്റെ സ്പെസിഫിക് ആയിട്ട് മെസ്സേജസ് തരാൻ പോണേ. ഓക്കെ, അപ്പോൾ ഇതിനെ മിസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് ഈ വീഡിയോ കാണുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജി എന്തായിരിക്കും? അപ്പോൾ 6 of Winter വന്നിരിക്കണു ഓവറോൾ എനർജി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി. ചിലവർക്ക് കുറച്ച് മാസങ്ങളായിട്ട് എനർജീസ് സ്റ്റേബിൾ ആയിരുന്നില്ല. ലൈഫിൽ കുറേ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു, കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു, കുറേ വിഷമങ്ങൾ ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു ചേഞ്ച് വരണ സമയമാണ്. ഈ എനർജീസൊക്കെ ഇപ്പോൾ സെറ്റിൽ ഡൗൺ ആവാൻ പോകുന്നുണ്ട്. കുറച്ചുകൂടിയും ഒരു സ്റ്റേബിൾ എനർജിയിലേക്കാണ് നിങ്ങൾ പോകണത്. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷണൽ സമയമാണ് കുറേ ആൾക്കാർക്ക്. അതല്ലാണ്ട് ഞാൻ കാണുന്നത് കുറച്ചൊരു ഇൻസ്റ്റേബിലിറ്റി ഉണ്ടാവണത് അത് സ്റ്റേബിലൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്ലിപ്സിൻ്റെ സമയം അടുക്കാറാവുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ തന്നെ തോന്നും അത് ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും മനസ്സിൽ. പറഞ്ഞാൽ ഒരു സ്റ്റേബിലിറ്റി നിങ്ങൾ ഫീൽ ചെയ്യില്ല. ചിലവർക്ക് കുറേ ആങ്സൈറ്റി ഉണ്ടാവും, ചിലവർക്ക് കുറേ എനർജി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സമയം കുറച്ചൊരു സ്റ്റേബിൾ അല്ലാത്ത സമയമായിരിക്കും ഇമോഷണലി ഫിസിക്കലി. പക്ഷെ ഞാൻ ഇവിടെ കുറേ റിവാർഡ്സിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ എക്ലിപ്സ് കഴിയുമ്പോഴേക്കും ഞാൻ കാണുന്നത് ചിലവർക്ക് കുറേ നല്ല ഔട്ട്കമാണ് ഉണ്ടാവാൻ പോണത്. എന്താ വെച്ചാൽ ഇവിടെ കുറേ ഒരു റിവാർഡ് വരണ എനർജി, കുറേ ഒരു ഫേമസ് ആവണ എനർജി. ചിലവർക്ക് നിങ്ങൾ സഡൻലി ഫേമസ് ആവും. സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വൈറലാവും. ഇല്ലച്ചാൽ കമ്പനിയിലോ ജോലിയിലോ എന്തെങ്കിലും അവിടെ ഇല്ലച്ച വീട്ടിൻ്റെ കാര്യത്തിലും കുറേ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റേബിലിറ്റി ഇല്ലച്ച ഈ സ്റ്റേബിൾ അല്ലാത്ത സമയം ഉണ്ടായാലും ഔട്ട്കം നിങ്ങൾക്ക് നല്ലതായിട്ടാണ് വരണത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കാൻ പോണത്, എന്ത് എനർജിയാണ് എൻഡ് ആവാൻ പോണത്, എന്ത് സൈക്കിളാണ് നിങ്ങൾ ക്ലോസ് ചെയ്യണത്. നിങ്ങളുടെ ലൈഫിൽ ചില പുതിയ ചേഞ്ചസ്
ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഒരു പുതിയ തുടക്കമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പഴയതൊക്കെ ചില പഴയ സൈക്കിൾസ്, ചില വർക്ക് ആവാത്ത സിറ്റുവേഷൻസ് അതൊക്കെ നിങ്ങൾ എൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ എക്ലിപ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തോ പുതിയതായി മാനിഫെസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ ലൈഫിൽ. ഈ സമയം August 12 മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടും നല്ല സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം യൂസ് ചെയ്യുക. എന്താ വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എക്സ്ട്രാ പവറാണ് August 12 ദിവസം. ആ എനർജി കുറേ പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ദിവസമാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ. അതുമാത്രമല്ല, കാര്യങ്ങൾ മറച്ചു വെച്ച കാര്യങ്ങൾ, ചില സീക്രറ്റ്സ് ഒക്കെ പുറത്തു വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നിങ്ങളുടെ സീക്രറ്റ്സ് ആവാം, അതല്ല വെച്ചാൽ വേറെ ആരോ ഒരു പേഴ്സൻ്റെ സീക്രട്ട് ആവാം. എന്നാലും എന്തോ ഹിഡൻ കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ, അതിലൊക്കെ ക്ലാരിറ്റി വരും. ചില സീക്രറ്റ്സ് ഒക്കെ പുറത്തു വരും. അങ്ങനത്തെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല ആ സമയത്ത്. ഞാൻ കാണുന്നത് എന്തോ മറച്ചു വെക്കണ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ട് കുറേ ക്ലാരിറ്റിയാണ് വരാൻ പോണത്. ചിലവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം, മനസ്സിലെ കൺഫ്യൂഷൻ, കുറേ ഡിപ്രഷൻ, മനസ്സിലൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ആണ് വെച്ചാലും ഞാൻ ക്ലാരിറ്റിയാണ് വരണത് കാണുന്നത്. ഓക്കെ, ഈഗോ. അപ്പോൾ ചില ടോക്സിക് എനർജീസ് നിങ്ങളുടെ ലൈഫിൽ വിട്ടു പോണു. ഇത് ടോക്സിക് ആൾക്കാരാവാം, ടോക്സിക് ബിഹേവിയർ ആവാം. നിങ്ങളുടെ ഇടയിൽ ചിലവർക്ക് ചില ടോക്സിക് പാറ്റേൺസ് ഉണ്ടാവാം ലൈഫിൽ. അത് നിങ്ങൾക്ക് കുറേ കൊല്ലമായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പാറ്റേൺസ് ആയിരുന്നു. ചിലവർ കുറേ അൺഹെൽതി റിലേഷൻഷിപ്സിലാണ്. അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഫൈനലി ഒരു ഫ്രീഡം കിട്ടണ എനർജിയും കാണാണ്ട്. ഓക്കെ, അപ്പോൾ ചില സിറ്റുവേഷൻസ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എൻഡ് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് പുതിയതായി വരാൻ പോണേ? പുതിയതായി വരണത് ഞാനൊരു വെരി ഹാപ്പി സെലിബ്രേഷൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എന്തോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, ബാലൻസ് വരുന്നുണ്ട്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എനർജി ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഫൈനലി ഒരു ബാലൻസ് വരണു. ഇതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞ മാതിരി ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഉണ്ടായിട്ടില്ല. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു, കുറേ വിഷമങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ഫൈനലി നിങ്ങൾ ഹീൽ ചെയ്യണു. നല്ല ഒരു ഗുഡ് ന്യൂസ് വന്നുകൊണ്ട് നിങ്ങളുടെ എനർജിയിൽ തന്നെ ഒരു ബാലൻസ് വരുന്നുണ്ട്. കുറേ വലിയ മാറ്റങ്ങൾ വരണു. നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങൾ ഒരു കാര്യത്തിനെ നോക്കണ രീതി മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നിങ്ങൾ ഒരുമാതിരി ആയിരുന്നു ആലോചിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മാതിരി ചില റെവലേഷൻസ് ഒക്കെ ഉണ്ടാവും. ചില കാര്യങ്ങൾ മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ പുറത്തു വരും. അതോടെ നിങ്ങളുടെ മുഴുവനെ പെർസ്പെക്റ്റീവ് തന്നെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊരു വലിയ ചേഞ്ചാണ്, ഇതൊരു വലിയ മാറ്റമാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഒരു പെർമനൻറ്റ് ചേഞ്ചാണ് വരാൻ പോണത്. അപ്പോൾ എന്താണ് നമ്മൾക്ക് അടുത്തത് നോക്കാം, എന്താ മെസ്സേജസ് വരണേന്ന്. നിങ്ങളുടെ എനർജിയിൽ തന്നെ ഒരു നല്ല എക്സൈറ്റിംഗ് സമയമാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിലൊരു എക്സൈറ്റ്മെൻറ്റ് മാതിരി ഒരു എനർജി ഉണ്ട്. എന്താ വെച്ചാൽ ഒരു പുതിയ തുടക്കം വരണു, കുറേ ഒരു പാഷൻ്റെ തുടക്കമാണ് ഇത്. ഇത് വരണത് ഏകദേശം ഒരു ഓണത്തിൻ്റെ സമയത്തായിരിക്കും. ഓക്കെ, എന്താ വെച്ചാൽ സ്പ്രിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓണം സമയം ഒരു നല്ല സെലിബ്രേഷൻ്റെ സമയമാണ്. ആ സമയത്തായിരിക്കും എന്തോ ഒരു ഗുഡ് ന്യൂസും വരുന്നുണ്ടാവുക. ഞാനിവിടെ ഹീലിംഗ് എനർജീസ് കാണുന്നുണ്ട്. അപ്പോൾ ചിലവർ ഇപ്പോഴും പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ വിട്ടു പോകുമ്പോൾ ആ വിഷമം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യാണ്, ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഈ പുതിയ തുടക്കം വരണത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണോ, കരിയറിലാണോ? നമ്മൾക്കത് നോക്കാം. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി കാണാണ്ട്, പിന്നെ കരിയറുടെ എനർജിയും കാണുന്നുണ്ട്. കുറേ ക്രിയേറ്റീവ് എനർജിയാണ് കാണുന്നത്, കുറേ പാഷൻ്റെ എനർജിയാണ് കാണുന്നത്. ചില റെസ്പോൺസിബിലിറ്റീസ്, ചില ബേർഡൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ചിലവർക്ക് കുറേ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നിങ്ങളുടെ ഈ ബാഗേജ്, ഈ ബേർഡനൊക്കെ നിങ്ങൾക്ക്
അതിനെ മനസ്സിന് ഊരാൻ പറ്റണു, അതിനെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റണു. ആൻഡ് പുതിയൊരു തുടക്കം ഞാൻ കാണുന്നു. നിങ്ങൾക്ക് എന്താ, നിങ്ങൾ പാഷനറ്റ്, നിങ്ങളുടെ പാഷൻ എവിടെയാ വെച്ചാൽ നിങ്ങൾ ആ പാഷനെ ഫോളോ ചെയ്യാണ്. അപ്പോൾ ഓവറോൾ ഇത് എല്ലാവർക്കും വേറെ വേറെ രീതിയിലായിരിക്കും ബാധിക്കുക. ബട്ട് യെസ്, ഇവിടെ ഞാൻ റിലേഷൻഷിപ്പ് സെൻറ്ററിലാണ് കാണുന്നത് ആ റിലേഷൻഷിപ്പിൻ്റെ കാർഡ്. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്സിനാണ് ഇത് ബാധിക്കുക. പക്ഷെ അതല്ലാണ്ട് ചിലവർക്ക് കരിയറും ക്രിയേറ്റീവ് പ്രോജക്ട്സ്, ക്രിയേറ്റീവായി ചെയ്യണ കാര്യങ്ങൾ, അതിലും നിങ്ങൾക്ക് ചിലപ്പോൾ ചേഞ്ചസ്, മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഉള്ളത് ഇവിടെ? സ്പിരിറ്റിൻ്റെ ഗൈഡൻസ്, യൂണിവേഴ്സിൻ്റെ അഡ്വൈസ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ഓപ്പൺ ആക്കി വെക്കുക, മനസ്സ് ഓപ്പൺ ആക്കി വെക്കുക. എന്താ വെച്ചാൽ വരാൻ പോണ സമയം ഞാൻ ഒരു ബ്യൂട്ടിഫുൾ ഇമോഷണൽ ബാലൻസ് ആയിട്ടാണ് കാണുന്നത്. ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല, നിങ്ങളത് വിട്ടു പോവാണ്. നിങ്ങൾ പോവണത് ഒരു നല്ല പുതിയ തുടക്കത്തിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയും നിങ്ങൾ ഓപ്പണായി വെക്കുക, മൈൻഡ് ഓപ്പണായി വെക്കുക. എന്താ വെച്ചാൽ ഈ പുതിയ തുടക്കം വരണത് നിങ്ങൾക്ക് അറിയില്ല ഏത് രീതിയിലാണ് വരിക എന്ന്. അതുകൊണ്ട് ഒന്നിലും ഒരു ഹെസിറ്റേഷൻ വെക്കരുത്. ഇത് സഡൻലി ആണ് എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോണേ. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇത് ഉണ്ടാവാൻ പോണേ. സഡൻ സർപ്രൈസ് ആയിട്ടായിരിക്കും വരിക. ചിലവർക്ക് ഇതൊരു ഐഡിയ ആയിട്ട് വരും, ഇല്ലച്ച ചിലവർക്ക് വേറെ ആരോ നിങ്ങൾക്ക് ഒരു ഐഡിയ തരണോ, ഇല്ലച്ച ഒരു ഓപ്പർച്യൂണിറ്റി വരണ എനർജി. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുക, ഇമോഷണലി ആൻഡ് ഫിസിക്കലി. ഓക്കെ, അപ്പോൾ അതാണ് മെസ്സേജ് വന്നിരിക്കണേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുതിയ തുടക്കം നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക, ഈ ഫ്യൂച്ചർ എന്തായിരിക്കും ഈ പുതിയ തുടക്കത്തിൻ്റെ, ഈ പുതിയ ബിഗിനിങ് ഉണ്ടാവണത്? അപ്പോൾ യൂണിവേഴ്സ് പറയണത് ഇത് നിങ്ങൾ ഡിസേർവ് ചെയ്യണ തുടക്കമാണ്. യൂണിവേഴ്സ് പറയണത് ഇത് കുറേ ടൈം സെൻസിറ്റീവ് ബിഗിനിങ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സമയത്ത് ഇതിനെ അക്സെപ്റ്റ് ചെയ്യില്ല വെച്ചാൽ അത് പിന്നെ ആദ്യം തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. യൂണിവേഴ്സ് നിങ്ങളോട് കോൺഫിഡൻ്റ്ലി മുമ്പോട്ട് പോകാനാണ് പറയണേ. ഒന്നിലും ഹെസിറ്റേറ്റ് ചെയ്യരുത്. എന്താ വെച്ചാൽ ഇതൊരു നിങ്ങൾക്ക് വരണ ഒരു ഗിഫ്റ്റാണ് യൂണിവേഴ്സിൻ്റെ. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാണ്, പക്ഷേ വരാൻ പോണ സമയം അത് കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഒട്ടും ഹെസിറ്റേഷൻ വെക്കാണ്ട് മുമ്പോട്ട് പോവാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സൈൻ സ്പെസിഫിക് മെസ്സേജസ് കാണാം എന്താണെന്ന്. അപ്പം ഞാൻ ചില സൈൻസ് എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ അതിനെ ഗ്രൂപ്പായി വെക്കും, ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് വെച്ചാൽ ആ നമ്പർ നിങ്ങൾ ഓർമ്മ വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഞാൻ കാണുന്നത് ഇവിടെ ടോറസ് ആണ്. അപ്പോൾ ഇത് ടോറസ് സൺസൈനും ആവാം, ഇല്ലച്ച നക്ഷത്രം ഇടവും ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ടോറസ് സൺസൈൻ ആണ്, നക്ഷത്രം വേറെ എന്തോ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം. ഇല്ലച്ച നിങ്ങളുടെ സൺസൈൻ വേറെ എന്തോ ആണ്, നക്ഷത്രം ഇടവമാണ് വെച്ചാലും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിങ്ങൾ പെടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 2 ഗ്രൂപ്പ്സ് കിട്ടും, ഒന്ന് സൺസൈൻ, ഒന്ന് നക്ഷത്രം. അപ്പോൾ രണ്ടാമത്തെ സൈൻ ഇവിടെ ക്യാൻസർ ആണ്. ഇവിടെ വന്നിരിക്കണേ സ്കോർപ്പിയോ ആണ്. അത് ആദ്യത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇവിടെ വന്നിരിക്കണേ അക്വേരിയസ്. പിന്നെ ഇവിടെ വന്നിരിക്കണേ പൈസീസ്, മീനം നക്ഷത്രം. പിന്നെ ഇവിടെ വന്നിരിക്കണേ ഏരീസ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഇവിടെ സാജിറ്റേറിയസ് ആണ്, വെർഗോ, കാപ്രിക്കോൺ. നാലാമത്തെ ഗ്രൂപ്പ് ഇവിടെ ലീബ്ര, ലിയോ, ജെമിനായി. അപ്പം നമ്മൾക്ക് ഇപ്പോൾ മെസ്സേജസ് എടുക്കാം. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ്? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ആദ്യത്തെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്. ഒരു ഡിഫിക്കൾട്ട് സൈക്കിൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, അത് ഇപ്പോൾ എൻഡ് ആവാൻ പോകണു. അതാണ് നിങ്ങളുടെ മെസ്സേജ്. രണ്ടാമത്തെ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ് ഉള്ളത്?
നിങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് വെച്ചാൽ കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾ എത്രയും കോൺഫിഡൻ്റ് ആവണോ അത്രയും നിങ്ങൾ സക്സസ്ഫുൾ ആവും. മൂന്നാമത്തെ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ, ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം. അപ്പോൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ കുറേ സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോവാണ്. അതുകൊണ്ട് റെഡി ആവുക. ഇപ്പം നാലാമത്തെ ഗ്രൂപ്പ് ഞാൻ കാണുന്നത് ഇവിടെ എ വിൻ വിൻ ഔട്ട്കം ഇസ് ഫോർകാസ്റ്റ്. അപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട് ആൻഡ് ഇതിൽ ഒരു വിൻ വിൻ ഔട്ട്കം തന്നെയാണ്. എന്തായാലും നിങ്ങൾ ജയിക്കും. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണേ. ഇപ്പം നമ്മൾക്കൊരു കളക്റ്റീവ് മെസ്സേജ് എടുക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മെസ്സേജ്, എല്ലാവർക്കും വേണ്ടിയിട്ട് നത്തിങ് വിൽ കം ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ ഏതോ ഒരു പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോഴും അതിനെ പിടിച്ചിരിക്കുകയാണ് വെച്ചാൽ അതിൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്ലിപ്സ് മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തോന്ന് കമൻസിൽ എഴുതി പറയുക. ഏത് ഗ്രൂപ്പാണ് നിങ്ങളുടെ, ഏത് സൈനാണ്, ഏത് നക്ഷത്രമാണ്, അതും നിങ്ങൾക്ക് കമൻസിൽ എഴുതാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ എക്ലിപ്സ് റീഡിംഗ് ചെയ്യണം വെച്ചാൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡാണ്. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.